നമസ്കാരം സുഹൃത്തുക്കളെ. എമ്പുരാൻ സിനിമ റിലീസായി കേരളമാകെ പ്രക്ഷോഭങ്ങളും സൈബർ ആക്രമണമാണ് എമ്പുരാൻ സിനിമയുടെ സാങ്കേതിക വിദഗ്ധർക്കും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾക്കും അംഗങ്ങൾക്കുമെതിരെ. ഞാൻ പറയുന്നു, ഈ സിനിമ നിരോധിക്കേണ്ട സിനിമയോ അല്ലെങ്കിൽ കട്ട് ചെയ്യപ്പെടേണ്ട സിനിമയോ അല്ല. ഈ സിനിമ ആക്ച്വലി ബെനിഫിറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? പിന്നെ സിനിമയുടെ ബെനിഫിറ്റ് മുഴുവൻ പോകാൻ പോകുന്ന കേരള ബി ജെ പിക്കും കേരള ബി ജെ പി ഘടകത്തിനുമാണ്. കാരണം രണ്ടാമത്തെ ബെനിഫിറ്റ് വരാൻ പോകുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. മിടുക്കരായിട്ടുള്ള കച്ചവടക്കാരനാണ് സുകുമാരൻ പൃഥ്വിരാജ്. കാരണം അദ്ദേഹം നോമ്പിൻ്റെ എക്സാക്ട്ലി 5 ദിവസം മുമ്പ് പടം റിലീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ വിവാദം കൊഴുപ്പിച്ചു. ഇനി നാളെ മുതൽ ആക്ച്വലിയുള്ള തൃശ്ശൂർ പൂരം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നോമ്പ് കഴിയുന്നതോടെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും മുസ്ലിം സഹോദരന്മാരൊക്കെ സിനിമ കാണാൻ വേണ്ടി വരിയായി പോകും. അങ്ങനെ പൃഥ്വിരാജ് സുകുമാരൻ്റെ അക്കൗണ്ട് എല്ലാവരും നിറയ്ക്കും. അവൻ വീണ്ടും പാലി ഹിൽസിലെ ബോംബെയിൽ 2ാമത്തെ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യും. മലയാളികളുടെ ഈ വർഗീയമല്ല, ഈ പറയുന്ന ഫേക്കായിട്ടുള്ള വർഗീയതയോടുള്ള താല്പര്യം ശരിക്കും മുതലാക്കി പണം വാരുകയാണ് പൃഥ്വിരാജും കൂട്ടരും. ഇനി ഇത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമായി തിരിച്ചു വരും. കേരള ബി ജെ പി ഈ വിഷയം കുറച്ചും കൂടി മെച്യൂറായി ഹാൻഡിൽ ചെയ്യണം. കാരണം ഈ സിനിമ നിങ്ങൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് വരാൻ പോകുന്നത്, വേറെ ആർക്കുമല്ല. കാരണം ഈ വിഷയം ഒരു സിനിമ റിലീസ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ സിനിമയിൽ കൂടിയൊന്നും ഈ മലയാളികളൊന്നും എന്ന് പറയുന്ന നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല. കാരണം മലയാളികൾ അല്പം കൂടി മെച്യൂറായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിളിനെ കടന്നു വരാം. അതായത് ഈ സിനിമയിൽ പൃഥ്വിരാജ് മനഃപൂർവ്വം വിട്ട് കളഞ്ഞൊരു 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റാണ് ഇന്ന് മലയാളികൾ സെർച്ച് ചെയ്യുന്നത്. അതെവിടെ സെർച്ച് ചെയ്യുന്നു, എങ്ങനെ സെർച്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ. വെൽക്കം ടു മൈ ഷോ അഗൈൻ. പൃഥ്വിരാജ് സുകുമാരൻ മനഃപൂർവ്വം വിട്ട് കളഞ്ഞ 4 പോയിന്റ് ഉണ്ട്. അത് അവൻ്റെ കച്ചവട ബിസിനസ്സാണ്. അതായത് ഗോദ്ര കലാപം ഇവിടുന്ന് തുടങ്ങി പറയുന്നില്ല അദ്ദേഹം. അതായത് ഈ കർഷകരുമായി വന്ന സബർമതി എക്സ്പ്രസ് എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോദ്ര കലാപം 3 ദിവസങ്ങൾക്കുള്ളിൽ വിത്തിൻ 48 hours മുതൽ 72 മണിക്കൂറുകൾക്കുള്ളിൽ നരേന്ദ്രമോദി അടിച്ചമർത്തിയിരിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗുജറാത്തിൽ 2002 ശേഷം ഇതുവരെ ഒരേ ഒരു കലാപം പോലും ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് ഒരുപക്ഷെ ഗുജറാത്താണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ നാഗ്പൂരിൽ, ഈ പറയുന്ന കേരളം, തമിഴ്നാട്, കർണാടക പറയേ വേണ്ട. കർണാടകയിലെ ഈ പറയുന്ന മംഗലാപുരം ഏരിയയിലൊക്കെ എന്നും അലമ്പാണ്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം മനഃപൂർവ്വം പറയാൻ വിട്ടുപോയി. അത് ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കണം, ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിരിക്കുക. ജനങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയാൻ മറന്നുപോയ കാര്യങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യാണ്. ഇവിടെയാണ് കേരളത്തിലെ സന്തോഷ് കുളങ്ങരയുടെയും മാത്യു സാമുലിൻ്റെയും ഭൂമിക, ഈ പറഞ്ഞ 2 വ്യക്തികളും ഈ പറയുന്ന വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് സെർച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൃഥ്വിരാജ് സുകുമാരനോ ആണോ അതോ മാത്യു സാമുലിനാണോ അതോ സന്തോഷ് കുളങ്ങരയ്ക്കാണോ ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ വിശ്വാസത കൂടുന്നത് സന്തോഷ് കുളങ്ങരയ്ക്കും മാത്യു സാമുലിനാണ്. മാത്യു സാമുലിന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട് ഇത് തുടക്കം എവിടെ നിന്നായിരുന്നു. ഓക്കെ, ഞാൻ ഇതിലേക്ക് കടന്നു പോകുന്നില്ല കൂടുതലായിട്ട്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അത് അദ്ദേഹം വ്യക്തമായി പറയുന്ന തുടക്കം എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ ഈ പറയുന്ന മുസ്ലിം പ്രീണന രാഷ്ട്രീയം, ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ രാഷ്ട്രീയ പ്രീണനം കൊണ്ട് തടച്ചു വളർന്ന മദ്യമാഫിയാണ് ഇതിലേക്ക് തുടക്കം. അതിനും രണ്ടാമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഈ 2 പേരും ചാനലിൽ കൂടെ നട്ടാൽ കുരുക്കാത്ത നുണ വിളിച്ചു പറഞ്ഞ കൂട്ടരാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്, അതായത് ഈ മറന്നുപോയ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ 2002 നടന്ന ഈ സംഭവം മറന്നുപോയി. ചിന്തിച്ച് നോക്കണം. ആ സംഭവം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ആര്? പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമയിൽ കൂടെ. അപ്പോൾ ബെനിഫിറ്റ് പോകുന്ന ആർക്കാണ്? കേരള ബി ജെ പിക്കാണ്. കേരള ബി ജെ പി 17-15 വെട്ടാൻ നിൽക്കാതെ ഈ സിനിമയെ ഏത് രീതിയിലാണോ ആ രീതിയിൽ കാണിക്കാൻ അനുവദിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ ഗോദ്ര കലാപം എവിടുന്ന് ആരംഭിച്ചു, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന്. പിന്നെ ഇന്നലെ മീഡിയ മോൺ കാണുമ്പോൾ അജിംസ് പറയുകയായിരുന്നു 2014 ഗോദ്ര കലാപം കൊണ്ടാണ് അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി. അദ്ദേഹം വീണ്ടും പറഞ്ഞാൽ മാത്രമേ മലയാളിക്ക് മനസ്സിലാവുള്ളൂ. നട്ടാക്കുരുക്കാതെ നുണയല്ലേ. 2014 മോഡി എങ്ങനെ അധികാരത്തിൽ വന്നതെങ്ങനെയാണ്? ഈ പറഞ്ഞ അഴിമതി, കോൺഗ്രസിൻ്റെ അഴിമതിയിൽ നിന്ന് മുക്തി നേടാനായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയായിരുന്നു. ഈ പറയുന്ന ജോർജ് ബുഷ് മുതൽ കോൺഗ്രസ് പാർട്ടി വരെ അന്വേഷിച്ചു ഈ പറയുന്ന ഗോദ്ര കലാപം, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. എന്നിട്ട് പോലും പക്ഷേ മീഡിയ വണ്ണിനും ഈ പറയുന്ന ഒരു കൂട്ടം ആളുകൾക്കും ഇപ്പോഴും നരേന്ദ്രമോദി ആണ് ഇത് ചെയ്യുന്നു പറയുന്നത്. ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് കേരള ബി ജെ പി ഈ വിഷയത്തെ നിങ്ങൾ പർവ്വതീകരിക്കരുത്, അതിൻ്റെ രീതിയിൽ വിട്ടുപോകുക. 5 നയാ പൈസ മുടക്കാതെ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റാണ് ഈ പറഞ്ഞ സിനിമ. ഇനി നിങ്ങൾ ഇത് ചിന്തിച്ച് നോക്കുക. അതായത് ഈ മോഹൻലാൽ, അതായത് തുടക്കം മുതൽ ഒരു പക്ഷേ ഗോദ്ര കലാപത്തിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, അങ്ങനെ അവർ കർഷകരെ കത്തിക്കുന്നു, അങ്ങനെ ഇതൊരു പ്രോ മുസ്ലിം സിനിമയായി വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ?
ചിന്തിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന വേറെ സഹോദരന്മാർ പറയും ഇതൊരു പ്രോ ഹിന്ദു സിനിമയാണെന്ന് പറഞ്ഞ് മോഹൻലാലിനെയും BJPയും ആക്രമിച്ചേനെ. അങ്ങനെ വിഷം ഡൈഡോൺ ആയി പോയേനെ. ഇപ്പോൾ ജനങ്ങളെ എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് എങ്ങനെ എവിടുന്ന് തുടങ്ങി, ഇപ്പോഴത്തെ ഗുജറാത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്, ഗുജറാത്തിൽ അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വക കാര്യങ്ങൾ നിങ്ങൾ സൈലൻ്റായി നിങ്ങൾ പോയി കാണണം. ഇത് നിങ്ങളുടെ മനസ്സിൽ ലൈവായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പർവ്വതീകരിക്കരുത്. നിങ്ങൾ സിനിമ പോയി കാണണം തീർച്ചയായിട്ടും. പക്ഷേ സിനിമ കണ്ട ശേഷം നിജസ്ഥിതി മനസ്സിലാക്കാൻ താഴെ ഈ പറഞ്ഞ ചാനലിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഈ പറഞ്ഞ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക സഹോദരന്മാരെ.